ഒരു വചനം ഞാൻ വായിക്കാമേ. ഉൽപ്പത്തി 1:2 വചനം പറയുവാണ്, ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു, ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു, ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ഇവിടെ ഒരു കാര്യമുണ്ട്, ദൈവവും ദൈവത്തിന്റെ ചൈതന്യവും. ഉൽപ്പത്തി 1:26 പോകുമ്പോൾ നമ്മൾ വേറൊരു കാര്യം കാണുന്നുണ്ട്. ദൈവം വീണ്ടും അരുൾ ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. ഇവിടെ നിങ്ങൾ പറയുമ്പോൾ ചിലരൊക്കെ പറയും നമുക്കെന്ന് ഉദ്ദേശിച്ചത് ബഹുമാന സൂചകമായിട്ട് എഴുതിയതാണെന്ന്. പക്ഷേ ശ്രദ്ധിക്കാനുള്ളത്, ഹീബ്രു ടെക്സ്റ്റിൽ, യഹൂദന്മാരുടെ ഇടയിൽ പ്ലൂറൽ ഓഫ് മെജസ്റ്റി അങ്ങനെ ഒരു സംഭവമില്ല. അതായത് ബഹുമാന സൂചകമായിട്ട് എഴുതുന്ന അങ്ങനത്തെ വാക്കുകളില്ല. അപ്പോൾ ഇറ്റ് ഈസ് ഗിവിങ് അനദർ മിസ്റ്ററി. ദൈവം ആരോടാണ് സംസാരിച്ചത് നമുക്കെന്ന് പറയുമ്പോൾ ഏശയ്യാ 9:6 ഇങ്ങനെ പറയുന്നു, എന്തെന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും, വിസ്മയനീയ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിന്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് തൃത്വത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പഴയ നിയമങ്ങളിൽ നിന്നുള്ളത്. ഓക്കെ, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഏശയ്യാ 48:16 നമ്മളിങ്ങനെ കാണുന്നുണ്ട്, എൻ്റെ സമീപം വന്ന് ഇത് കേൾക്കുക, ആദ്യം മുതലേ ഞാൻ രഹസ്യമായല്ല സംസാരിച്ചത്, ഇവയെല്ലാം ഉണ്ടായപ്പോൾ ഞാനുണ്ട്, ഇപ്പോൾ ദൈവമായ കർത്താവ് എന്നെയും അവിടുത്തെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു. നോക്കിയേ, ഇതെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പേ ഞാനുണ്ട്. ആരാണ്? ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ ഗോഡ് ഈസ് വൺ ബട്ട് ഇൻ 3 ഡിഫറെൻറ്റ് ഫോംസ്. ഏശയ്യാ 48:16. ഇനി കുറച്ചും കൂടെ താഴെ വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ 8:58 നമ്മൾ ഇതിനെ യേശു ഉറപ്പിച്ചു പറയുന്ന ഒരു വചനം കാണുന്നുണ്ട്. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ഉണ്ടാകുന്നതിന് മുമ്പേ ഞാനുണ്ട്. പ്രിയപ്പെട്ടവരെ, തൃത്വം വിശുദ്ധ ബൈബിളിൽ വലിയൊരു മിസ്റ്ററിയാണ്. വചനത്തിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന രഹസ്യത്തിൻ്റെ മുത്തുകളാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.